വിനോദ് സാർ, ഡൽഹി സ്ഫോടനത്തിനു ശേഷം നമ്മൾ കേൾക്കാത്ത പുതിയ 2 വാക്കുകൾ വളരെ വലിയ ചർച്ചയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് വൈറ്റ് കോളർ ടെററിസവും മറ്റൊന്ന് മെഡിക്കൽ ജിഹാദുമാണ്. വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ടെററിസത്തിലേക്ക് പോകുന്നതാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ സാർ നൽകുന്ന സർവീസുമായി ബന്ധപ്പെട്ടാണ് ഈ 2 വാക്കുകളും ഇന്ന് നിലനിൽക്കുന്നത്. വൈറ്റ് കോളർ ടെററിസം, മെഡിക്കൽ ജിഹാദ്. അപ്പോൾ സാർ എങ്ങനെ ഇതിനെ വിലയിരുത്തും? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണോ? എന്താണ് ഈ വൈറ്റ് കോളർ ടെററിസം അല്ലെങ്കിൽ എന്താണ് ഈ മെഡിക്കൽ ജിഹാദ്? നീതു നമസ്കാരം. ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് ആദ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമല്ലെന്ന് വേണം ഞാൻ കരുതാൻ. പറയും, അല്ലെങ്കിൽ അതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഒരുപക്ഷെ ഈ വൈറ്റ് കോളർ ജിഹാദ് അല്ലെങ്കിൽ വൈറ്റ് കോളർ ടെററിസം, വൈറ്റ് കോളർ മൊഡ്യൂൾ എന്ന വാക്ക് ഒരു പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും എന്ന് മാത്രമേ അതിൻ്റെ പ്രത്യേകതയുള്ളൂ. ഇതിനകത്തുള്ള നമ്മൾ എന്നും കരുതിയിരുന്നത് കാശില്ലാത്ത പാവങ്ങള് 500 രൂപ ഡെയിലി കൊടുത്ത് കല്ലെറിയാൻ പാകിസ്ഥാൻ നിയോഗിക്കുന്നു എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നതും കേട്ടിരുന്നതും ചിന്തിച്ചിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതുമെല്ലാം. അതായത് ബുദ്ധിയും വിവരവുമുള്ളവർ ഇതിലൊന്നും വീഴത്തില്ല, പാകിസ്ഥാന്റെ ഇത്തരം തന്ത്രങ്ങളിൽ വീഴത്തില്ല, അല്ലെങ്കിൽ ഈ മതത്തിന്റെ ഇത്തരം ഇടപെടലുകൾക്ക് വിധേയരാകില്ല എന്ന ഒരു തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, ഞാൻ കരുതുന്നത് അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. പൊതുവെ അവരാരും തുറന്ന് ഇറങ്ങിയിരുന്നില്ല. പക്ഷേ നമ്മുടെ പഹൽഗാം ആക്രമണവും അതിനുശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും കാര്യങ്ങളെ തികച്ചും മാറ്റിമറിച്ചു. നമുക്കറിയാം, പണ്ടൊക്കെ ഇവിടെ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ആര് നടത്തിയാലും പാകിസ്ഥാന്റെ സൈഡിൽ നിന്നൊരു 3-4 സംഘടനകൾ, കുറഞ്ഞ പക്ഷം 2-3 സംഘടനകളെങ്കിലും അത് ഞങ്ങളാണ് ചെയ്തതെന്ന് അഭിമാനത്തോടുകൂടെ വിളിച്ചു പറഞ്ഞിരുന്നു അവര്. പക്ഷേ ഇപ്പൊ നമുക്കറിയാം, പഹൽഗാം ആക്രമണ സമയത്തും അങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്ത്യ വളരെ ശക്തമായ നടപടികളെടുത്തപ്പം അവർ ഇരവാദം തുടങ്ങി. ഞങ്ങളുടെ മദ്രസകളെയും ആരാധനാലയങ്ങളെയുമാണ് അവർ ബോംബിട്ട് നശിപ്പിച്ചത്, തീവ്രവാദ കേന്ദ്രങ്ങളല്ല, ഞങ്ങളുടെ ഇവിടെ തീവ്രവാദികളില്ല. ഇതായിരുന്നു അവരുടെ നറേറ്റീവ്. ഇത് ലോകം മുഴുവൻ വളരെ വ്യാപകമായി അവർ പ്രചരിപ്പിച്ചു. ഒരുപക്ഷെ ഇന്ത്യയിലും കുറച്ചു പേരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവണേ? സമൂഹ മാധ്യമങ്ങളിലാണ് ഇവര് അവരുടെ ധാരണകളും സങ്കല്പങ്ങളും ഒക്കെ അങ്ങനെ എഴുതിയിരുന്നു. അപ്പോ നമ്മള് ഭാരത സർക്കാർ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഓപ്പറേഷൻ സിന്ദൂർ തൽക്കാലം നിർത്തിവെക്കുക എന്നേ ഉള്ളൂ. ഇനി എപ്പോഴെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനം പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് ഇന്ത്യയിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ഒരു യുദ്ധമായി കണക്കാക്കും, ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് നമ്മൾ വ്യക്തമായ ഒരു സന്ദേശം നൽകിയിരുന്നു. നമുക്കറിയാം, ഇപ്പോ കോൺഗ്രസിന്റെ വക്താക്കൾ പറയുന്നുണ്ടാവും, അവർ പണ്ടേ ഭയങ്കര തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം നടത്തിയിരുന്നു, ആഞ്ഞടിച്ചു. ഇപ്പൊ ഈ ചാനലിലൂടെ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് ഞാൻ കേട്ട് ചെറുതായിട്ടൊന്ന് ഞെട്ടി. അപ്പോ അതിന് കുഴപ്പമില്ല, അവർക്ക് അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ പ്രാക്ടിക്കലി എന്താണ് സംഭവിച്ചിരുന്നതെന്നുള്ളത് ഇന്ത്യക്കാർക്കറിയാം, ഇന്ത്യക്കാരെക്കാൾ നന്നായിട്ട് പാകിസ്ഥാൻകാർക്കറിയാം, പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്കൊരു വലിയ ഭയമുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഞെട്ടുന്നതിനേക്കാളും കൂടുതൽ ഞെട്ടിയത് പാകിസ്ഥാനികളാണെന്ന് വേണം പറയാൻ. അവര് ഇമ്മീഡിയറ്റ്ലി തന്നെ നോട്ടാം, അതായത് അവരുടെ എയർ സ്പേസിൽ കൂടെ വിമാനങ്ങൾ പറക്കാതിരിക്കുന്നതിന്റെ നോട്ടീസാണ് നോട്ടാം. വളരെ അപകടകരമായ സാഹചര്യം വരുമ്പോഴാണ് പലപ്പോഴും നോട്ടാം. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടക്കുമ്പോൾ, മിസൈൽ പോകുമ്പോൾ, മിസൈൽ വിക്ഷേപിക്കുമ്പോൾ, നമ്മുടെ ഫ്ലൈറ്റുകൾ, അത് ഫൈറ്റർ പ്ലെയിനുകൾ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുമ്പോഴൊക്കെയാണ് ഈ നോട്ടാം പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടെങ്കിൽ. അപ്പോൾ പാകിസ്ഥാൻ അപ്പം തന്നെ നോട്ടാം പ്രഖ്യാപിച്ചു. അപ്പോൾ പാകിസ്ഥാൻ ഒരു അടി പ്രതീക്ഷിക്കുന്നു. ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറയുന്നത്, ഇത്തവണ ഒരു ഗ്രൂപ്പും, തീവ്രവാദ ഗ്രൂപ്പും, ഇവിടെ നടന്ന ആക്രമണം ഇവിടത്തുകാരെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പോലും പാകിസ്ഥാനിൽ നിന്ന് അത് ഏറ്റുപിടിക്കുമായിരുന്നു. പക്ഷെ ഇത്തവണ ആരും ഏറ്റുപിടിച്ചില്ല എന്നുള്ളത് അവരുടെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ പുൽവാമ ആക്രമണം കഴിഞ്ഞിട്ട്, പുൽവാമയല്ല, നമ്മുടെ പഹൽഗാം ആക്രമണം കഴിഞ്ഞിട്ട് അവരുടെ തന്ത്രം മാറുകയാണ്. ഇപ്പോ
എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ വാർത്തകളിൽ കൂടി എല്ലാവർക്കും അറിയാമായിരിക്കും. അത് ഞാൻ ഏറ്റു പറയുന്നില്ല. ഇപ്രാവശ്യം അവർ ചെയ്തത് ഇന്ത്യയിലെ അവരുടെ സ്ലീപ്പർ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്തു. അതും ആരാണ്? നല്ല വിദ്യാഭ്യാസമുള്ള, സമൂഹത്തിൽ ഉന്നതരാണെന്ന് വിചാരിക്കുന്ന, സമൂഹത്തിലെ ശാന്തരാണെന്ന് വിചാരിക്കുന്ന, സമാധാനപ്രിയരായിരുന്ന് പൊതുവെ ജനം കരുതുന്ന ആളുകളെ അവർ ആക്ടിവേറ്റ് ചെയ്തു. ഞെട്ടിച്ച, ഒരു വ്യക്തിപരമായ ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്നെ ഞെട്ടിച്ച കാര്യം, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ഡോക്ടർമാരാണ്. അത് ചെറിയ ഡോക്ടർമാരല്ല, MBBS മാത്രമല്ല, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരാണ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന സംഭവം. അപ്പൊ വൈറ്റ് കോളർ ജിഹാദ് എന്ന് പറയുമെങ്കിലും അതിനകത്ത് ഇപ്രാവശ്യം ഒരു മെഡിക്കൽ ഡോക്ടർമാരുടെ ഒരു സംഘം. ഇപ്പൊ നമുക്കറിയാം, ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ആൾ ശരിക്കും പറഞ്ഞ വൈറ്റ് കോളർ ജിഹാദാണ്. കാരണം അയാൾ വളരെ വിദ്യാഭ്യാസമുള്ള ആളാണ്. നമുക്കറിയാം, പലപ്പോഴും ഇത്തരം സംഘടനകളെ വിദേശങ്ങളിൽ നയിക്കുന്നവരൊക്കെ വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ തന്നെയായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചത്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, വളരെ മാരകമായ രീതിയിൽ ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇതാണ് ആയുധങ്ങളും സ്ഫോടന വസ്തുക്കളും. ഈ 3000 കിലോ സ്ഫോടന വസ്തുക്കൾ ഇപ്പൊ കണ്ടെടുത്തു എന്നാണ് പറയുന്നത് ഇതുവരെ. ഈ 3000 കിലോയിൽ ഇപ്പം സെക്യൂരിറ്റി ഏജൻസികളുടെ ഒരു അസസ്മെന്റ് എന്ന് പറയുന്നത്, ഡൽഹി സ്ഫോടനത്തിന് ഉപയോഗിച്ചത് വെറും 40 കിലോ എന്നാണ്. ആ 40 കിലോ അതിനെ പൂർണ്ണമായ ഒരു ബോംബാക്കാതെ, അതും ഫ്യൂവൽ കൂടെ ചേർത്ത്, അമോണിയം നൈട്രേറ്റ് ആൻഡ് ഫ്യൂവൽ കൂടെ ചേർത്തിട്ടുള്ള ഒരു സ്ഫോടനമാണ് അവിടെ നടത്തിയത്. അതിന് അത് പ്ലാൻ ചെയ്ത് പൊട്ടിച്ചതാണോ അതോ ആക്സിഡന്റലി ഓട്ടത്തിനിടയിൽ പൊട്ടിയതാണോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. അത് അബദ്ധത്തിൽ പൊട്ടിയതാണെന്ന് വ്യക്തമായി ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ ഒരു പരിഭ്രാന്തിയിൽ പൊട്ടിച്ചതാകാനാണ് വഴി. കാരണം ഇത്രയും നേരം അത് കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ അതിനുശേഷവും കൊണ്ടു നടക്കാനുള്ള ഒരു പരിശീലനം അയാൾക്ക് കിട്ടിക്കാണണം. ഇതിനകത്തൊരു അപകടം എന്താണെന്ന് ഈ പറയുന്ന പോലെ, ഇപ്പം നീതു ഉപയോഗിച്ച ഈ മെഡിക്കൽ ജിഹാദ് എന്നുള്ള ഈ പദം ഇതുവരെ ആരും ഉപയോഗിച്ചില്ല. അതിന് മാനങ്ങൾ പിന്നെയും വലുതാവും. അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ ഡോക്ടർമാർ ഇതിനകത്ത് ഇടപെടുമ്പോൾ ഉള്ള കുറെ അപകടങ്ങളുണ്ട്. ഒന്ന്, ഒരു ബൈ ഡീഫോൾട്ട് ഒരു മെഡിക്കൽ പഠനത്തിനകത്ത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് കിട്ടുന്ന പരിശീലനം എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാനുള്ള, ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള വലിയ ഒരു പരിശീലനം ഓട്ടോമാറ്റിക് ആയിട്ട് മെഡിക്കൽ പഠനത്തിലുണ്ട്. അത് ആരും അങ്ങനെ പറയാറില്ലെങ്കിലും അതിനകത്തുണ്ടെന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന പരിശീലനം എങ്ങനെയൊക്കെ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഒന്ന്, സാധാരണഗതിയിൽ നമ്മളൊരു പ്ലാൻ ഇടുമ്പോൾ സാധാരണ ഒരു സാഹചര്യത്തിൽ എപ്പോഴും അത് വർക്കൗട്ട് ചെയ്യും. പ്രത്യേകിച്ച് ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യും. പക്ഷെ ഒരു മെഡിക്കൽ സിറ്റുവേഷനിൽ അങ്ങനെയല്ല സംഭവിക്കുക. നിങ്ങൾ എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്താലും ആ കാര്യം നടക്കണമെന്നില്ല. അപ്പോ അതിന് അടുത്ത പടി എന്താണെന്ന് ചിന്തിക്കുക എന്നുള്ളത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഘടകങ്ങളും, ഇപ്പോൾ ഒരു ഞാനൊരു മെഡിക്കൽ പെർസ്പെക്റ്റീവിൽ പറയാണ്, എല്ലാ ഘടകങ്ങളും നിങ്ങൾക്കെതിരാണെങ്കിലും, നിങ്ങൾക്കും നിങ്ങളുടെ രോഗികൾക്കും എതിരാണെങ്കിലും, രോഗിയെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ തന്ത്രങ്ങൾ മെനയാമെന്നുള്ളത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഡീഫോൾട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അടുത്തത് ഒരു ബുദ്ധിശക്തിയുടെ വികസനമാണ്. അതായത് പലപ്പോഴും നമ്മളിപ്പോൾ എത്ര പാവം പിടിച്ച ഒരു പുസ്തകപ്പുഴു മെഡിക്കൽ കോളേജിലോട്ട് കയറിയാലും, പണ്ടൊക്കെ നമുക്കറിയാം, റാഗിങ്ങിന്റെ ഉദ്ദേശം തന്നെ ഇവനെ ഒന്ന് പരുവപ്പെടുത്തി ഏത് സാഹചര്യവും നേരിടാൻ ഇവനെ പരുവപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണെന്നാണ് പഴയ മെഡിക്കൽ വിദ്യാർത്ഥികൾ വിശ്വസിച്ചത്. ഞങ്ങളുടെയൊക്കെ മുന്നേ ഉള്ള സമയം, ഞങ്ങളൊന്നും അധികം അങ്ങനെ റാഗിങ്, വളരെ ചെറിയ തോതിൽ മാത്രം റാഗിങ് കിട്ടിയിട്ടുള്ള ആളാണ്. ഞങ്ങളുടെയൊക്കെ മുന്നിൽ ഒരാളെ സീസൺ ചെയ്തെടുക്കുക, ഒരു ഡോക്ടർ പണിക്ക് സീസൺ ചെയ്തെടുക്കാൻ വേണ്ടിയായിരുന്നു റാഗിങ് എന്നാണ് മെഡിക്കൽ പ്രൊഫഷനിൽ പണ്ടുണ്ടായിരുന്നവർ വിശ്വസിച്ചിരുന്നത്. അവനെ കൊണ്ട് എന്ത് പ്രവൃത്തിയും ചെയ്യിക്കാനുള്ള മനക്കരുത്ത്. അപ്പൊ നമ്മൾ വിചാരിക്കും ആർദ്രത കൊണ്ട് ഒരിക്കലും ഒരു മെഡിക്കൽ ഡോക്ടർക്ക് മെഡിക്കൽ പഠനം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ചിന്നിച്ചെതറിയ ഒരുവൻ വരുന്നു, അവന്റെ കൈകാലുകൾ ചിന്നിച്ചെതറിപ്പോയി, കാലുകൾ ചിന്നിച്ചെതറിപ്പോയി, വയറിലെ കുടൽമാലുകൾ പുറത്തെടുക്കുന്നു. ഇത് നീത്തു കണ്ടാല് എങ്ങനെ ഇരിക്കും? നീത്തു തകർന്നു പോകാനാണ് സാധാരണഗതിയിൽ സാധ്യത. നേരെ മറിച്ച് ഒരു ഡോക്ടർക്ക് അങ്ങനെ തകർച്ച ഉണ്ടാകില്ല. അതാണ് അവന്റെ മനസ്സിന്. അപ്പൊ ആർദ്രത മാത്രമല്ല, ഏത് സാഹചര്യം കണ്ടാലും മനസ്സ് മടുത്തു പോകാതെ
നിരതനാകാനുള്ള പരിശീലനം മെഡിക്കൽ പ്രൊഫഷനിൽ ഇൻബിൽറ്റ് ആണ്. ഏത് സാഹചര്യം പിഴച്ചു പോയാലും അതിനുള്ള പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അതിന് അവസാനമില്ല. നമ്മൾ പ്ലാൻ ബി, പ്ലാൻ സിയെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുക. മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർക്ക് പ്ലാൻ ബി ഇല്ലെങ്കിൽ പ്ലാൻ സി, പ്ലാൻ സി ഇല്ലെങ്കിൽ പ്ലാൻ ഡി. ഒന്നുകിൽ രോഗി രക്ഷപ്പെടണം, അല്ലെങ്കിൽ രോഗി മരിക്കണം. ഇത് രണ്ടുവരെയും പ്ലാനുകൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അടുത്തത്, ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക. മെഡിക്കൽ പ്രൊഫഷനിലെ പലപ്പോഴും ആ ടീമിന്റെ നേതാവെന്ന് പറയുന്നത് ഡോക്ടറാണ്. തങ്ങൾക്ക് പറ്റിയ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഡോക്ടർമാരെ സംഘടിക്കുക, തങ്ങൾക്ക് പറ്റിയ നഴ്സുമാരെ, അതായത് തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതുപോലെ നടത്തിയെടുക്കാൻ കഴിവുള്ള നഴ്സുമാരെ സംഘടിപ്പിക്കുക, പാരാമെഡിക്കൽ സ്റ്റാഫിനെ സംഘടിപ്പിക്കുക. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുവെന്ന് ഉറപ്പാക്കുക. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇത് സംഘടിക്കാനുള്ള സ്കില്ല്, അവരെ പരിശീലിപ്പിക്കാനുള്ള സ്കില്ല്, ഇതെല്ലാം ഒരു ഡോക്ടർക്ക് അവന്റെ മെഡിക്കൽ പ്രൊഫഷനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ആരും ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇനി ഒരു പ്രതിസന്ധി ഉണ്ടായി, ആ പ്രതിസന്ധി എങ്ങനെ നേരിടണമെന്ന് കണ്ടുപിടിക്കുക. അപ്പം സാധാരണ ആളുകളെല്ലാം ഒരിക്കൽ ശ്രമിക്കും, അവസാനിപ്പിക്കും. അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പേരും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ അവസാനിപ്പിക്കും. 2 പ്രാവശ്യം ശ്രമിക്കും, 3 പ്രാവശ്യം ശ്രമിക്കും. പക്ഷെ ഒരു ഡോക്ടർ അവന്റെ മെഡിക്കൽ പരിശീലനം സംഭവിച്ച് ഒരിക്കലും ഇത്തരം ഒരു പ്രയത്നം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പച്ചയായ അവന്റെ മെഡിക്കൽ തത്വം. അപ്പൊ ഞാൻ പറയുന്നത്, അത്തരം ഒരാൾ ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള, എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഒരു രോഗത്തെ ആയിക്കോട്ടെ, ഒരു രോഗിയുടെ രോഗത്തെ ആയിക്കോട്ടെ, നമ്മൾ ഗ്ലോബലായിട്ട് കാണുക, മൈക്രോസ്കോപ്പിക് ആയിട്ട് കാണുക. അപ്പൊ അവന്റെ ഓരോ ലക്ഷണങ്ങളെയും മൈക്രോസ്കോപ്പിക് ആയിട്ട് കാണാനുള്ള കഴിവുണ്ട്. അത് സൂം ഔട്ട് ചെയ്ത് ഇവൻ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, ഇതിനെ നമ്മൾ മറ്റൊരു സാഹചര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ അപകടം എന്താണ്? അവന് ടെലിസ്കോപ്പിക് കാഴ്ചയാണെങ്കിൽ ടെലിസ്കോപ്പിക് കാഴ്ചയുണ്ട്, സൂം ഔട്ട് ചെയ്തിട്ടുള്ള കാഴ്ച വേണമെങ്കിൽ സൂം ഔട്ട് ചെയ്യാനുള്ള കാഴ്ചയുണ്ട്, മറ്റുള്ള ആളുകളെ സംഘടിപ്പിക്കാൻ അറിയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഒരു ഡോക്ടർ ഒരു പുതിയ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇടുന്നു. ഒരു പുതിയ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി പ്ലാൻ, ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ശസ്ത്രക്രിയ, ഒരു രോഗിക്ക് അത് ആവശ്യമാണെന്ന് വരുന്നു. അതിന് വേണ്ട സാധനങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. അതിനു വേണ്ടിയുള്ള കമ്പനികളെ കണ്ടുപിടിക്കുക, കമ്പനികളിൽ നിന്നിട്ട് ഇടപാടുകൾ നടത്തുക, നെഗോഷിയേറ്റ് ചെയ്യുക, അത് പ്രോസസ് ചെയ്യുക, അക്വയർ ചെയ്യുക, ഇത് നടത്താൻ മറ്റിനി എന്തെങ്കിലും വേണമെന്ന് അപ്പം ഇതിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്ന് പറയുന്നതും ഡീഫോൾട്ടാണ്. ഇനി നീത്തു ഒന്ന് ആലോചിച്ചോ, ഇത്തരം ഒരു കഴിവുള്ള ഒരാൾ തീവ്രവാദ പ്രവർത്തനത്തിലോട്ട് തിരിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം, ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. അപ്പോൾ ഒരു സാധാരണക്കാരനല്ല തിരിയുന്നത്, ഈ തന്ത്രങ്ങൾ മെനയാൻ, ചിന്തിക്കാൻ, അത് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ആലോചിക്കാനുള്ള കഴിവ്, അതിനെ മൈക്രോസ്കോപ്പിക് ലെവലിൽ ശ്രദ്ധിച്ച് എക്സിക്യൂട്ട് ചെയ്യാനും, അതേസമയം ഒരു ബേർഡ്സ് ഐ വ്യൂ കൂടി കാര്യങ്ങളെ മൊത്തത്തിൽ, ഇങ്ങനെയുള്ള ഒരാൾ തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞാൽ അതിനെ തടയുക അത്ര എളുപ്പമല്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരുമാതിരി 2014 ശേഷം ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണങ്ങൾ കുറവാണ്, ഇല്ലേ? തീവ്രവാദ ആക്രമണങ്ങൾ കുറവാണ്. ഈ തീവ്രവാദ ആക്രമണങ്ങൾ കുറവായിട്ടും ഇപ്രാവശ്യം എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം, ഒരു 7-8 ഡോക്ടർമാരെ ഓൾറെഡി അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ നമുക്ക് പുറത്തു വരുമ്പോൾ മാത്രമേ പറയാൻ പറ്റൂ. എന്തായാലും ഒരു 4-5 പേരെ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എത്രയോ ഡോക്ടർമാര് നിരീക്ഷണത്തിലും പിടിയിലുമായിരിക്കും. അത് നമുക്ക് ഇനി വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പൊ ഈ ഡോക്ടർമാരെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ളവരുടെ ഒരു വലിയ ശൃംഖലയുണ്ടാക്കി. അതുകൊണ്ടാണ് ഏജൻസികളെയും മാധ്യമപ്രവർത്തകരെയും ഞെട്ടിച്ചുകൊണ്ട് ഏകദേശം 3000 കിലോ, ഇപ്പൊ കണ്ടുപിടിച്ചതാണ് 3000 കിലോ. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് പോലും ഒരാൾ ആ വലയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്ഫോടനം നടത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്ന ഇതിന്റെ അപകടം. അതായത് അവര് രക്ഷപ്പെട്ടു പോയി. ആ രക്ഷപ്പെട്ടു പോയി അവരെ പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ടിട്ടും ഇത്രയും സ്ക്രീനിങ് ഉണ്ടായിട്ടും അതിനെ മറികടക്കാൻ ഒരാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ അപകടം. എന്നിട്ട് സാധാരണഗതിയിൽ ഇപ്പൊ നമുക്കറിയാം, ഇങ്ങനത്തെ ഒരു ഗൂഢാലോചനയിലും തന്ത്രത്തിലും തല പോയി കഴിഞ്ഞാൽ പിന്നെ വാലുകൾ സ്വയം അപ്രത്യക്ഷമാവും, അല്ലെങ്കിൽ ഒളിയിടങ്ങളിൽ പോകും. ഇവിടെ നടന്ന എന്താണ്?
ഈ മേലിലുള്ള ഒരുപാട് പേരെ പിടിച്ചെങ്കിലും ഒരാൾ സ്വതന്ത്രമായി ചിന്തിച്ചു ഇനി എന്ത് ചെയ്യാമെന്നുള്ള, എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാമെന്നുള്ള ഒരു ആലോചന നടത്തി അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ് അവനുണ്ടായി. ഇതാണ് ഈ മെഡിക്കൽ, ഇപ്പൊ നീത്ത് പറഞ്ഞ മെഡിക്കൽ ജിഹാദിന്റെ അപകടം. ബുദ്ധിശക്തിയുള്ള ഒരുവനെ ഇപ്പൊ എത്ര വലിയ ഏജൻസികൾ വിചാരിച്ചാലും പിടികൂടാൻ പറ്റും. ഞാൻ ഒരിക്കലും ഇത് ഏജൻസികളുടെ പൂർണ്ണമായ പാളിച്ചയെന്ന് പറയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്രായോഗികമായ പ്രശ്നമുണ്ട്. ഡൽഹി പോലുള്ള ഒരു നഗരത്തിൽ നമുക്കിപ്പോ ഒരു വണ്ടി കണ്ടുപിടിച്ചതിന് ശേഷമാണല്ലോ ആ വണ്ടിയൊക്കെ ട്രേസ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഇതിങ്ങനെ പൊക്കോണ്ടിരുന്ന ഇത് ആര് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ. പിന്നെ ഡൽഹിയിൽ കൂടെ പോകുന്ന, ടോളിൽ കൂടെ പോകുന്ന, അല്ലെ വഴിയിലുള്ള വണ്ടികളെ നമ്മുടെ ഇവിടെ വണ്ടികളെ തടഞ്ഞു നിർത്തി ഈ ചെക്കിങ് ഊതിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ഒരു പരിപാടി ഡൽഹിയിൽ നടക്കില്ല എന്നുള്ളതാണ് എന്റെ വാസ്തവം. അപ്പോ ഇതിന്റെ അപകടം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതികളിലാണ്. ഇത് വലിയ അപകടം പിടിച്ച ഒന്നാണ്. ബുദ്ധിയുള്ളവൻ തീവ്രവാദ രംഗത്തേക്ക് വരികയാണെങ്കിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് എനിക്ക് ഈ എപ്പിസോഡിൽ ഇതേക്കുറിച്ച് പറയുവാനുള്ളത്. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ തുടർന്ന് സംസാരിക്കാൻ. യെസ്. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ഈ വൈറ്റ് കോളർ അല്ലെങ്കിൽ ടെററിസം ഒക്കെ വ്യാപിക്കുന്നുണ്ട് സമൂഹത്തിൽ എന്നുള്ളതാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഉന്നതരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പിന്നാലെ എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്, വ്യക്തമാണ്. താങ്ക് യു വിനോദ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.